Good morning, students. അടുത്ത പ്രോബ്ലം ഇതാണ്. Find div KF where f is equal to sin xi plus sin x plus y into j plus zk. ഒരു div KF ആണ് കണ്ടുപിടിക്കേണ്ടത്. div KF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? KF കണ്ടുപിടിക്കാം. KF കാണാനുള്ള ഫോർമുല എന്താണ്? I j k. Dou by dou x, dou by dou y, dou by dou x. ഇവിടെ ഐയുടെ കമ്പോണന്റ് എന്താണ്? സൈൻ എക്സ്. ജെയുടെ കമ്പോണന്റ് എന്താണ്? സൈൻ എക്സ് പ്ലസ് വൈ. കെയുടെ കമ്പോണന്റ് എന്താണ്? നമ്മൾ ചെയ്യുമ്പോൾ ഐ ഇവിടെ this is equal to vector I into dou by dou y of z എന്ന് പറഞ്ഞാൽ 0. dou by dou z of 0. minus j ഇത് വരുമ്പോൾ dou by dou x of z 0, dou by dou z of z 0 plus k dou by dou x of sin x plus y, dou by dou x of sin x plus y എന്താണ്? minus cos x plus y. sin x plus y plus cos x plus y. dou by dou x of sin x plus y എന്ന് പറഞ്ഞാൽ cos x plus y. dou by dou y of sin x എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? ഈ പാർട്ട് 0 ആയിപ്പോയി, ഈ പാർട്ട് 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് cos x plus y into k കിട്ടും. ഇതാണ് del cross KLF കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? del dot KLF ആണ് കണ്ടുപിടിക്കുന്നത്. del dot KLF div KLF ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ del dot KLF എന്ന് പറഞ്ഞാൽ this is equal to del എന്ന് പറഞ്ഞാൽ എന്താണ്? I dou by dou x plus j dou by dou y plus k dou by dou z dot cos x plus y into k. del dot KLF എന്ന് പറഞ്ഞാൽ KLF നമുക്ക് കിട്ടിയിട്ടുണ്ട് cos x plus y into k എന്നാണ്. del dot KLF എന്ന് പറഞ്ഞാൽ I into dou by dou x plus j into dou by dou y plus k into dou by dou z. ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ k യുടെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ k യുടെ കേസ് മാത്രം ചെയ്താൽ മതി. dou by dou z of cos x plus y. ഈ k യുടെ കമ്പോണന്റ് cos x plus y ആണ്. അതിനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു z. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ? ഇവിടെ z ടൈം ഇല്ല. therefore cos x plus y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x plus y ഒരു കോൺസ്റ്റന്റ് ആണ്. cos x plus y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0. അപ്പോൾ div KLF ന്റെ ആൻസർ എത്ര കിട്ടി? div KLF is equal to 0. കേട്ടോ? അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ KLF ന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക. KLF ന്റെ ഫോർമുല എന്താണ്? ഡിറ്റർമിനന്റ് I j k dou by dou x dou by dou y dou by dou z. ഇവിടെ എഴുതുന്നത് എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന വെക്ടറിന്റെ I യുടെ കമ്പോണന്റ് ആദ്യം എഴുതുക, j യുടെ കമ്പോണന്റ് ഇവിടെ എഴുതുക, z ന്റെ കമ്പോണന്റ്, k യുടെ കമ്പോണന്റ് ഇവിടെ എഴുതുക. അതിനുശേഷം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? cos x plus y into k. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? del dot പ്രൊഡക്റ്റ് എടുത്തു. del dot KLF എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടും. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നമ്മള് ഐയുടെ കമ്പോണന്റ് ഇവിടെ ഇല്ല, ജെയുടെ കമ്പോണന്റ് ഇല്ല, കെയുടെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ആ കെയുടെ കമ്പോണന്റിനെ ഇസഡ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ cos x plus y ആണ്. cos x plus y കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ 0. ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x plus y കോൺസ്റ്റന്റ് ആണ്. ആൻസർ will be 0. നോക്കിയിട്ട് കേട്ടോ.